സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ആദിയും എലീസയും ലൂണയും ഉറങ്ങുകയായിരുന്നു. പുറത്ത് ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ലൂണ പെട്ടെന്ന് കണ്ണു തുറന്നു. അവൾക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ ആദിയുടെയും എലീസയുടെയും അടുത്ത് നിന്ന് എണീറ്റു നടന്നു. അവളുടെ കാൽപാദം തട്ടി തടിയാൽ നിർമ്മിതമായ അവിടെയുള്ള തറയിൽ ചെറിയ വിള്ളലുകൾ വീണു. പക്ഷെ ഭാഗ്യമെന്ന് പറയട്ടെ, അതാരും കേട്ടില്ല. തൊട്ടടുത്ത മുറിയിൽ മുത്തശ്ശിയും ഉറങ്ങുന്നുണ്ടായിരുന്നു. ലൂണ അടുക്കളയിലെ ഫ്രിഡ്ജ് ലക്ഷ്യമാക്കി നടന്നു. ഫ്രിഡ്ജിന്റെ ഗ്ലാസ്സിലൂടെ നിറയെ പഴങ്ങളും കേക്കും ഇരിക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. കൊതി സഹിക്കാൻ വയ്യാതെ അവൾ തുറക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒടുവിൽ ഫ്രിഡ്ജ് തുറന്നു. കേക്കുകളും ക്യാരറ്റും പഴവും അവൾക്ക് കൊതി അടക്കാനായില്ല. കൊതിമൂത്ത് കേക്ക് വലിച്ചെടുത്തപ്പോഴാകട്ടെ പാത്രം താഴെ വീണു. സ്റ്റീൽ പാത്രത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ മുത്തശ്ശി ദേ പുറകിൽ നിൽക്കുന്നു. ലൂണ ഒരു നിമിഷം ഒന്ന് ഭയന്നെങ്കിലും വാത്സല്യത്തോടെയുള്ള മുത്തശ്ശിയുടെ ചിരി കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. ശബ്ദം കേട്ട് എല്ലാവരും ഉണർന്നു വന്നു. അവസാനം മുത്തശ്ശിയും മുത്തശ്ശനും ആദിയും എലീസയും ലൂണയും എല്ലാവരും കൂടിയിരുന്ന് ആഹാരം കഴിച്ചു. ലൂണയുടെ വിശപ്പൊക്കെ മാറ്റി അവർ സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നു.